ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1994 മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മോഹൻലാലും ബാബു ആന്റണിയും നിറഞ്ഞു നിന്ന 94 മെയ്യിൽ ആകെ 4 ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തിയത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്നും അവയുടെ ബോക്സ് ഓഫീസ് വിശേഷങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം. 94 മെയ്യിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ തേന്മാവിൻ കൊമ്പത്ത്. മെയ് 13 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം പ്രിയദർശനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. പ്രസിദ്ധി ക്രിയേഷൻസിന്റെ ബാനറിൽ പ്രിയദർശൻ തന്നെ തിരക്കഥയൊരുക്കിയ ഈ ചിത്രം ഗ്രാമീണ പശ്ചാത്തലത്തിലൊരുക്കിയ ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. പ്രിയദർശന്റെ സ്ഥിരം ടെംപ്ലേറ്റായ കോമഡി ഫാമിലി സെന്റിമെന്റ്സ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം മികച്ച തിരക്കഥയുടെയും ഗാനങ്ങളുടെയും മികവിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വമ്പൻ വിജയമാണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. 94 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയെടുത്ത തേന്മാവിൻ കൊമ്പത്ത് പ്രമുഖ കേന്ദ്രങ്ങളിൽ 150 ദിവസത്തിനോടടുത്താണ് പ്രദർശിപ്പിച്ചത്. മോഹൻലാലിന്റെ കൂടെ ശോഭന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു, കവിയൂർ പൊന്നമ്മ, KPS ലളിത, ശ്രീനിവാസൻ, സോണിയ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. മോഹൻലാൽ മാണിക്കൻ എന്ന കഥാപാത്രമായി മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ ബേണി ഇഗ്നേഷ്യസ് സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. 94 മെയ്യിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു മെയ് 19 തിയേറ്ററുകളിലെത്തിയ ബാബു ആന്റണി നായകനായ രാജധാനി. പയനിയർ ആർട്സ് നിർമ്മിച്ച് ജോഷി മാത്യു സംവിധാനം ചെയ്ത ഈ ചിത്രം ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. മണി ഷൊർണൂർ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ രാജധാനി ബാബു ആന്റണിയുടെ ചടുലമായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയം കൈവരിച്ച ഒരു ചിത്രമായിരുന്നു രാജധാനി. സിനി വിഷൻ ക്യാമറയിൽ ആദ്യമായി ചിത്രീകരിച്ച മലയാള ചിത്രം എന്ന പേര് നേടിയ ഈ ചിത്രത്തിൽ ഗീത, നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ, ബൈജു, ജനാർദ്ദനൻ, വിനു ചക്രവർത്തി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ചാർമിളയായിരുന്നു ഈ ചിത്രത്തിൽ ബാബു ആന്റണിയുടെ നായികയായി എത്തിയത്. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 മെയ്യിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മെയ് 27 തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ നായകനായ പിൻഗാമി. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകൻ സത്യനന്ദിക്കാട് ഫാമിലി കോമഡി ചിത്രമെന്ന ടെംപ്ലേറ്റിൽ നിന്ന് മാറി ഫാമിലി ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലെടുത്ത ചിത്രമായിരുന്നു പിൻഗാമി. മോഹൻലാൽ ക്യാപ്റ്റൻ വിജയ് മേനോൻ എന്ന ആർമി ഓഫീസറായി വേഷമിട്ട ഈ ചിത്രം സസ്പെൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു ഫാമിലി റിവെഞ്ച് ത്രില്ലർ ചിത്രമായിരുന്നു. നല്ലൊരു എൻ്റർടൈനർ ചിത്രം എന്ന പേര് നേടിയ പിൻഗാമി എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയം കൈവരിച്ച ചിത്രമായിരുന്നു പിൻഗാമി. പ്രണവം ആർട്സ് നിർമ്മിച്ച് രഘുനാഥ് പലേരി തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, തിലകൻ, ഇന്നസെന്റ്, സുകുമാരൻ, ജനാർദ്ദനൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശാന്തികൃഷ്ണ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ബിന്ദുജ മേനോനും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ കനകയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. ജോൺസൺ ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 മെയ്യിൽ പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു മെയ് 27 തന്നെ തിയേറ്ററുകളിലെത്തിയ ബാബു ആന്റണിയുടെ കടൽ. സർഗം ആർട്സ് നിർമ്മിച്ച് സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് കലൂർ ഡെന്നിസ് ആയിരുന്നു കഥാതിരക്കഥ സംഭാഷണം ഒരുക്കിയത്. സിദ്ദിഖ് ഷമീർ ആദ്യമായി സംവിധാനം ചെയ്ത കടൽ എന്ന ചിത്രത്തിലെ ബാപ്പുട്ടി എന്ന കഥാപാത്രം ബാബു ആന്റണിക്ക് ഏറെ പ്രശസ്തി നേടിക്കൊടുത്ത കഥാപാത്രമായിരുന്നു. വമ്പൻ ഇന്നിഷ്യൽ നേടിയ ഈ ചിത്രം എന്നാൽ മുന്നോട്ടുള്ള ആഴ്ചകളിൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. എന്നാലും കടൽ സാമ്പത്തികമായി പരാജയമായിരുന്നില്ല. ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസിൽ പെടുത്താവുന്ന ചിത്രമാണ് കടൽ. രാജധാനിക്ക് ശേഷം ചാർമിള വീണ്ടും ബാബു ആന്റണിയുടെ നായികയായി അഭിനയിച്ച ഈ ചിത്രത്തിൽ വിജയരാഘവൻ, ചിത്ര, രാജൻ ബി ദേവ്, നരേന്ദ്ര പ്രസാദ്, NF വർഗീസ്, ഭീമൻ രഘു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ആകെ സമ്മറി നോക്കുമ്പോൾ റിലീസ് ചെയ്ത 4 ചിത്രങ്ങളിൽ ഒരു ചിത്രം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ ഒരു ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. ബാക്കി 2 ചിത്രങ്ങളും പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 38% ആണ്. ഇത്രയുമാണ് 94 മെയ്യിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.